CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ CPM BJP ഡിയിൽ എല്ലാ മണ്ഡലങ്ങളിലും സജീവമെന്ന് തൃശൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. LDF BJPക്ക് വോട്ട് മറിക്കുമെന്ന സംശയം എല്ലാ മണ്ഡലങ്ങളും നിലനിൽക്കുന്നു. ഏത് ഡീൽ നടന്നാലും കേരളത്തിൽ 20-20 സീറ്റും UDF ജയിക്കും. ജനങ്ങൾ UDFനെ ഏറ്റെടുത്തു കഴിഞ്ഞെന്നും മുരളീധരൻ പറഞ്ഞു. കലാലയങ്ങളിൽ ആവേശോജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങി VS സുനിൽകുമാർ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി തിങ്കളാഴ്ച മണ്ഡലപരിധിയിലെ കലാലയങ്ങൾ സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥന നടത്തി. പുന്നയൂർക്കുളം പഞ്ചായത്ത് UDF കൺവെൻഷൻ ആൽത്തറ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ KPCC സെക്രട്ടറി PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി നൽകുന്നത് ഗ്യാരണ്ടിയല്ല, വാറണ്ടാണെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. അനിഷ്ടക്കാരെ മുഴുവൻ തുറുങ്കിലടയ്ക്കുകയും EDയെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയും ഈ തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യാമെന്ന മോദിയുടെ സ്വപ്നം ഉടഞ്ഞു വീഴുക തന്നെ ചെയ്യുമെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. കാട്ടകാമ്പാൽ മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചിറക്കൽ സംഗമം പാലസിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടങ്ങോട് മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. വെള്ളർക്കാട് മുക്രിയത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം EP കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വടക്കേ പുന്നയൂരിൽ തെരഞ്ഞെടുപ്പ് പോസ്റ്റർ പതിക്കുന്നതിനിടെ വാക്കുതർക്കത്തെ തുടർന്ന് LDF പ്രവർത്തകൻ UDF പ്രവർത്തകനെ ആക്രമിച്ചതായി പരാതി. സംഭവത്തിൽ ഇരുകൂട്ടരും പോലീസിൽ പരാതി നൽകി. K രാധാകൃഷ്ണനെയും ശൈലജ ടീച്ചറെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതിലൂടെ പിണറായി പയറ്റുന്നത് ഗൗരിയമ്മയെ ഇല്ലായ്മ ചെയ്ത രാഷ്ട്രീയ കുതന്ത്രമാണെന്ന് മുൻ DCC പ്രസിഡന്റും KPCC അംഗവുമായ O അബ്ദുറഹ്മാൻ കുട്ടി പറഞ്ഞു. വേലൂരിലെ മണ്ഡലം UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ അധ്യയന വർഷത്തെ SSLC പരീക്ഷയ്ക്ക് സമാപനമായി. മാർച്ച് 4-ന് ഒന്നാം ഭാഷയായ മലയാളം പരീക്ഷയോടെ ആരംഭിച്ച SSLC പരീക്ഷയ്ക്ക് തിങ്കളാഴ്ച സാമൂഹ്യശാസ്ത്രം പരീക്ഷയോടെയാണ് പരിസമാപ്തിയായത്. CSI കൊച്ചിൻ ഭദ്രാസനത്തിന് കീഴിലുള്ള കുന്നംകുളം സെന്റ് പോൾസ് ഇടവകയുടെ വാർഷിക കൺവെൻഷൻ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി നടക്കും. എറണാകുളം സെന്റ് ഒസ്താത്തിയോസ് ലീബ യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിൽ ഒസ്താത്തിയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാളും സുവിശേഷ യോഗവും സമാപിച്ചു. കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം ഹരിതചട്ടം പാലിച്ച് നടത്തും. പൂരാഘോഷത്തിന്റെ ഭാഗമായി ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഭക്തർ ദേവിക്ക് പൊങ്കാലയിട്ടത്. മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയോടനുബന്ധിച്ച് 108 കാഴ്ചപ്പറ സമർപ്പണം നടത്തി. ക്ഷേത്ര നടപ്പുരയിലാണ് കാഴ്ചപ്പറ ഒരുക്കിയത്. കേച്ചേരി നാദബ്രഹ്മ അക്കാദമിയിൽ കളരിപ്പയറ്റ് പ്രദർശനവും പുരസ്കാര സമർപ്പണവും നടന്നു. അക്കാദമിയിൽ ആരംഭിച്ച കളരി ക്ലാസുകളുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് കളരിപ്പയറ്റിന്റെ പ്രദർശനവും പുരസ്കാര സമർപ്പണവും നടന്നത്. ചെണ്ടവാദ്യ കലാരംഗത്ത് 50 വർഷം പൂർത്തിയാക്കുന്ന പുലാക്കോട് മണികണ്ഠനെ ആദരിച്ചു. ആശാന് ഗുരുവന്ദനം എന്ന പേരിൽ മണിമലർക്കാവ് വാദ്യകലാ സമിതിയിലെ ശിഷ്യന്മാരുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടത്തിയത്. വേലൂർ മണിമലർക്കാവിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന പ്രതിഷ്ഠാ ദിനാചരണം സമാപിച്ചു. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ DYFI കടവല്ലൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. സാംസ്കാരിക കേരളത്തെ നാണം കെടുത്തിയും നിറത്തിന്റെ പേരിൽ കലാകാരന്മാരെ അധിക്ഷേപിക്കുകയും ചെയ്ത സത്യഭാമ കേരള സമൂഹത്തോട് മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് പെരുമ്പിലാവ് സെന്ററിൽ കറുത്ത പ്രതിഷേധ കലാപ്രകടനം നടത്തി. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം 2ാമത് താലൂക്ക് സമ്മേളനം കുന്നംകുളം ലിവ ടവറിൽ ചേർന്നു. സലീം കോടത്തൂർ മുഖ്യ രക്ഷാധികാരിയായുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പായ സലീം ക ഇശൽ മഹൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റംസാൻ പെരുന്നാൾ കിറ്റ് വിതരണം നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, YouTube ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.